ചില യാത്രകൾക്ക് ഡെസ്റ്റിനേഷൻ ഇല്ല എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു യാത്രയും. ചുമ്മാ മൈൻഡ് ഒന്ന് റീഫ്രഷ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാണ് ഞാനും ഏട്ടനും പിള്ളേരും കൂടെ വൈകുന്നേരം ഏട്ടൻ്റെ നാട്ടിലൂടെ ഈ ചെറിയൊരു യാത്രയ്ക്ക് ഇറങ്ങുന്നത്. ഈ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ സൗന്ദര്യം അതുപോലെ നിലനിർത്താൻ ഈ നാട്ടിലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പും മരങ്ങളും കാടും പുഴയും മഞ്ഞു മൂടിയ മലകളും ഒക്കെ കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു നാട് തന്നെയാണ് ഈ ഒരു നാട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ മലകൾ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല തണുത്ത കാറ്റ് വരാൻ തുടങ്ങി. ഈ ചൂടിന് ഈ ഒരു യാത്രയെ ഞാൻ എന്താ വിശേഷിപ്പിക്കേണ്ടത്? നല്ല സുഖമുള്ളൊരു യാത്ര. അതെ, നല്ല സുഖമുള്ളൊരു യാത്ര. മനസ്സിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക് ഈ യാത്രയുടെ സുഖം നിങ്ങളോട്. അത്രയ്ക്ക് മനോഹരമുണ്ട്. പക്ഷേ കണ്ണുകളിലൂടെ കാണുന്ന ഭംഗി ഒരിക്കലും എനിക്ക് വീഡിയോ കൂടെ പകർത്തിയെടുക്കാൻ കഴിയുന്നില്ല എന്നത് ചെറിയ വിഷമമുള്ളൊരു കാര്യമാണ്. ഈ ഒരു പോയിന്റിലെത്തിയപ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കിയെന്നറിയോ? നമ്മൾ മാത്രമല്ല, പ്രകൃതിയും വസ്ത്രങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ്. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് പ്രകൃതി ഇങ്ങനെ കളറുകൾ മാറ്റി മാറ്റി അതിൻ്റെ വസ്ത്രത്തിൻ്റെ ഭംഗി കൂട്ടുന്നതെന്ന് തോന്നിപ്പോയി. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞാനൊരു പുഴ കണ്ടു. കാടുകൾക്കിടയിലൂടെ പച്ചപ്പിൻ്റെ നടുവിലൂടെ കണ്ണാടി പോലുള്ള വെള്ളം കൊണ്ട് വെള്ളാരം കല്ലുകൾക്കിടയിലൂടെ ഓളങ്ങളോടുകൂടി ഒഴുകുന്ന ശാന്തമായൊരു പുഴ. ഞാൻ ഏട്ടനോട് പറയായിരുന്നു, ഈ പുഴയിലേക്ക് നോക്കുമ്പോൾ ഈ ശാന്തമായൊരു പുഴ സത്യം പറഞ്ഞാൽ മനസ്സിനെ എത്ര പെട്ടെന്ന് ശാന്തമാക്കുന്നതെന്ന്.